ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞ 7-ാമത്തെ മൊഴിയെക്കുറിച്ച് അല്പസമയം ധ്യാനിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമാധാനപരമായിട്ടുള്ള മരണമായിട്ടാണ് ക്രിസ്തുവിൻ്റെ മരണത്തെ ചിലർ പുകഴ്ത്തുന്നത്. തൃപ്തിയോടെ തൻ്റെ പിതാവിൻ്റെ കയ്യിൽ ആത്മാവിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള മരണം. സുഖമായി ഉറങ്ങി പ്രഭാതത്തിൽ ഉണരുന്ന ലാഘവത്തോടുകൂടെയാണ് യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഒരു ഉയർപ്പിൻ പ്രഭാതം ഉണ്ടെന്ന് യേശുവിനറിയാമായിരുന്നു. യേശുവിൻ്റെ മരണസമയത്ത് ദേവാലയത്തിൻ്റെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, ചില വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. സാധാരണ ആരാധകരെയും മഹാപുരോഹിതന്മാരെയും വേർതിരിക്കുന്ന തിരശ്ശീലയാണ് കീറിയത്. ഇപ്പോൾ എല്ലാവർക്കും അതിവിശുദ്ധ സ്ഥലത്തേക്കും കൃപാസനത്തിലേക്കും വരാം. തൻ്റെ ദേഹമെന്ന തിരശ്ശീലയാണ് നെടുകെ ചീന്തപ്പെട്ടതെന്ന് അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുനരുത്ഥാനം വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് യേശു പറയുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നും താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കുമെന്ന് യേശു നേരത്തെ പ്രവചിച്ചിരുന്നു. ദൈവപുത്രനെ പിടിച്ചു വയ്ക്കുവാൻ മരണത്തിന് അസാധ്യമായിരുന്നു. കാരണം ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് ക്രൈസ്തവ സന്ദേശത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. മരണത്തിനപ്പുറമായ ജീവിതമുണ്ടെന്ന പ്രത്യാശയാണ് ഈ മൊഴിയിൽ കാണുന്നത്. യേശു ദൈവപുത്രനായിരുന്നിട്ട് പോലും തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും കടന്നു വരുമ്പോൾ നാം അധികമായി യേശുവിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഈ നോയമ്പുകാലത്ത് യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. അതിനായി ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.